ഹരി ഓം. എല്ലാ സാധകർക്കും മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു സത്സംഗത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ്. സനാതനധർമ്മം ഋഷിമാരുടെ ദർശനങ്ങളാൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു പാരമ്പര്യം വൈവിധ്യങ്ങളാർന്ന മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സത്യത്തെ തിരിച്ചറിയുക, ആ സത്യദർശികളായിട്ടുള്ള ഋഷിമാരുടെ ദർശനങ്ങൾ ആ സത്യത്തെ ദർശിക്കുക അല്ലെങ്കിൽ ആ സത്യത്തെ അനുഭവിക്കുക, മനസ്സിലാക്കുക, ഈ ഒരു ലക്ഷ്യത്തോടെ ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. സാധകർ പലരും പല ഉപാസനാ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. വിചാരമാർഗം, ഭക്തിമാർഗം, പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിലും ഓരോ സാധകരുടെ മനോതലമനുസരിച്ചുള്ള ഉപാസനാ മാർഗങ്ങളാണ് ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത്. അതിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ധർമ്മ മാർഗമാണ്. ആ മാർഗം ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത് സമുദ്രം തന്നെയാണ്. ഓരോ സാധകനും അതിൻ്റെ ആഴങ്ങളിലേക്ക് അവരവരുടെ ആ ഉപാസന അനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ മാനസിക തലം അനുസരിച്ച് എത്രത്തോളം ആഴത്തിലേക്ക് പോകാമോ അത്രയും ഡീപ്പാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ദർശനം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് സത്സംഗത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു മഹത് വ്യക്തിത്വം ഭഗവത്ഗീത തൻ്റെ ഉപാസനാ മാർഗമായിട്ട് തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടുപോവുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേര് രഘുനാഥൻ സാർ എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ ജി, അങ്ങയുടെ ബാല്യകാലവും വിദ്യാഭ്യാസവും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാമോ? അഖിലം നിറയുന്ന നിത്യചൈതന്യമേ, അളവറ്റ സ്നേഹത്തിൻ കേദാരമേ, അഖില ചരാചര സൃഷ്ടിക്കാധാരമേ, അകതാരിൽ വന്നു നിറയണമേ. നന്മയും സ്നേഹവും കരുണയും ഭക്തിയും ശീലങ്ങളാകുവാൻ കനിയണമേ. അജ്ഞത നീക്കുന്ന ദീപപ്രകാശമേ, എന്നെന്നും എന്നെ നയിക്കണമേ, എന്നെന്നും എന്നെ നയിക്കണമേ. നമസ്കാരം. എൻ്റെ ജനനം പേരുക്കട ഒരു ഇടത്തരം കുടുംബത്തിൽ കൃഷ്ണപിള്ള ജാനകി അമ്മയുടെ 8ാമത്തെ മകനായിട്ടാണ് ഞാൻ ഉണ്ടായത്. 8ാമത്തെ മകനായിട്ടാണ് എൻ്റെ ജനനം. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം അടുത്തുള്ള പ്രൈമറി സ്കൂളിലൊക്കെ പഠിച്ചു. തൊട്ടടുത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. വൈകുന്നേരം എല്ലാ ദിവസവും അവിടെ ദിവസവും പോവുക പതിവുണ്ട്, അടുത്തായതുകൊണ്ട്. പ്രൈമറി, ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഗ്രാജുവേഷന് വേണ്ടി മാർ യുവാൻസ് കോളേജിൽ പഠിച്ചു. ബി എഡിന് അവിടെ പഠിച്ചതിന് ശേഷം ബി.എഡും എടുത്തതിന് ശേഷം കാര്യവട്ടത്തിനടുത്തുള്ള തുണ്ടത്തിൽ ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് കയറി 1963. അവിടെ അത് എയ്ഡഡ് സ്കൂളായതുകൊണ്ട് പിന്നെ മാറ്റമൊന്നുമില്ല. 96 വരെ അവിടെ പഠിപ്പിച്ചു. 97 ഹെഡ് മാസ്റ്ററായിട്ട് പെൻഷനായി. അവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് പെൻഷനായി. പെൻഷനായതിന് ശേഷം ഞാൻ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കും. ഭഗവത്ഗീതയൊക്കെ മേടിച്ച് വച്ചിരുന്നു.
വായിച്ചാൽ മനസ്സിലായി ഒരാളുടെ ഹെൽപ്പില്ലാതെ പഠിക്കാനൊക്കില്ല. അപ്പോൾ അഭയദാശ്രമത്തിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു, കുറുപ്പ് സാറിന്. അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്ന് ഞാൻ ഭഗവത്ഗീത പഠിച്ചപ്പോൾ എനിക്ക് പഠിപ്പിക്കണം. അത് പഠിച്ചപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണമല്ലോ, നല്ല ഐഡിയാസ് അല്ലേ ഇതുള്ളത്, മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കിത് തോന്നുന്നുണ്ട്. അങ്ങനെ പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യം എൻ്റെ ആശ്രമം ഞാൻ സ്വീകരിച്ച ആശ്രമം തെക്കാണ് അയ്യാകൃഷ്ണ ആശ്രമം. അവിടുത്തെ ആശ്രമം മഠാധിപതി രാജഗോപാല സ്വാമിജിയിൽ നിന്നും എനിക്ക് ഉപദേശം ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതിനുശേഷം ഞാൻ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചു. ഈ രീതിയിലുള്ള പ്രവർത്തനം. അവിടെ തന്നെ ഗീത ക്ലാസ് എടുത്തു. പിന്നെ നന്ദൻകോടുള്ള ശിവക്ഷേത്രമുണ്ട്, അവിടെ ഞാൻ ഒരു 5-6 ബാച്ചുകാർക്ക് ഭഗവത്ഗീത വൈകുന്നേരം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ക്ലാസ് ധാരാളം പേരുണ്ട്. അതിനുശേഷം എനിക്ക് ഭഗവത്ഗീത പഠിച്ചിട്ട് പഠിപ്പിക്കുന്നവരെ ഇത് പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആറ്റുകാൽ ക്ഷേത്രം സമീപിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ അന്ന് സെക്രട്ടറി KP രാമേന്ദ്രൻ നായർ. അപ്പോൾ ഈ ഐഡിയ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വേണ്ട സഹായമൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ 2009 മുതൽ ഗീത പ്രചാരകർക്കുള്ള ക്ലാസ് തുടങ്ങി. അവിടെ ഗീത പ്രചാരകർക്കുള്ള ക്ലാസ്. അപ്പോൾ അവർ ഗീത പഠിച്ചിട്ട് പഠിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് ഒരു അന്ന് 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്സിൽ. അപ്പോൾ ക്ഷേത്രം തന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്യും. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. 11 മണിക്കാകുമ്പോൾ അടുത്ത ഇന്ത്യൻ കാപ്പിയും വടയൊക്കെ പഠിക്കുന്നവർക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് അവിടെ ആഹാരമുണ്ട്, വേണ്ടവർക്ക് കൊടുക്കും. പിന്നെ അങ്ങനെ ആ ബാച്ച് ഇവർക്ക് ടെസ്റ്റ് നടത്തി. അപ്പം ഇവർ ശരിക്കും പഠിച്ചിട്ടുണ്ടെന്നറിയാൻ വേണ്ടി ടെസ്റ്റ് നടത്തി മിക്കവാറും എല്ലാവരും പാസ്സാവും. അവർക്ക് സർട്ടിഫിക്കറ്റും കൊടുക്കും. അങ്ങനെ ഒരു ബാച്ച് കഴിഞ്ഞു. അന്ന് ഒരു 3 കൊല്ലമൊക്കെ എടുത്ത് ഒരു ബാച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഒരു 2.5 വർഷമൊക്കെ ആവും. ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു 3-4 ബാച്ച് ഇപ്പോഴും അതിൻ്റെ ബാച്ച് നടക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ആദ്യ ബാച്ചിൽ പഠിപ്പിച്ചവരെ കൊണ്ട് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നു. ഞാൻ ഞായറാഴ്ച പോയിരുന്നു, കുറച്ച് ക്ലാസ് എടുത്തു. അങ്ങനെ അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം ഈ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതിന് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നു. അവരിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഭഗവാൻ പറഞ്ഞ ആ ഇതൊക്കെ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. കുറച്ചൊക്കെ എനിക്കറിയാം, ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് വലിയ പണ്ഡിതനോ അതിനൊന്നുമല്ല. പഠിച്ചു, അതിലുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് തോന്നി. അത് അങ്ങനെ ഇപ്പോൾ ഒരു 10-500 സ്റ്റുഡൻസൊക്കെ ഉണ്ട്. പലരും ഞാൻ പഠിപ്പിച്ചവരൊക്കെ തന്നെ ഇപ്പം കോഴിക്കോടും എറണാകുളത്തും ഒക്കെ ഉണ്ട്. അമേരിക്കയിൽ സ്റ്റുഡൻസുള്ള ഓൺലൈനായിട്ട് ഒരു സ്റ്റുഡൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട്. വെളിയിലുള്ള ഇപ്പം വരികയാണ്. പക്ഷെ ഞാൻ ആയിരുന്നു ഒരു പൈസയും മേടിക്കാറില്ല. ക്ഷേത്രം ആദ്യം എനിക്ക് ശമ്പളം തരാൻ നോക്കി, വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പെൻഷനുണ്ട്. എൻ്റെ അത് ഞങ്ങൾക്ക് 2 പേർക്ക് പെൻഷനുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് പൈസ ആരുടെ പൈസ ഒന്നും വേണ്ട. ഞാൻ പോയി ഇത് ചെയ്യുന്നു. നിഷ്കാമ കർമ്മം ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഫലം പ്രതീക്ഷിക്കരുത്. ഫലം പ്രതീക്ഷിച്ചാൽ പോയല്ലോ. അങ്ങനെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ നിഷ്കാമകർമ്മത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. അതിലെ തത്വങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ഫോളോ ചെയ്യാൻ. എങ്കിലും എത്ര വർഷം കൊണ്ടാണ് ഞാനത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് ഞാൻ പൂർണ്ണമായൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം വയസ്സ് 83 ഇപ്പോഴും ഞാൻ
പഠനം തുടരുക. പഠിപ്പിക്കുന്നു. വീട്ടിലാരെങ്കിലും വന്നാലും ഞാൻ പഠിപ്പിക്കും ഇപ്പോഴും. അപ്പം ജീവനുള്ളിടത്തോളം കാലം, കഴിവുള്ളിടത്തോളം കാലം ഭഗവത്ഗീത ആവശ്യക്കാർ താല്പര്യം, ഞാൻ പഠിപ്പിച്ചിട്ടാണെന്നൊന്നും പറയില്ലായിരുന്നു. ആരെങ്കിലും വന്നാൽ പഠിപ്പിക്കും. അങ്ങനെ ഇവിടെ ഞാൻ മന്ത്രംകോട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ കോഴിക്കോടുള്ള ഒരു ബാങ്കിൽ ജയിലുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വന്നു. ഇവിടെ ഞാൻ വന്ന് വീട്ടിൽ വന്നു ഭഗവത്ഗീത പഠിക്കണമെന്ന് പറഞ്ഞു. അവരൊരു ദിവസം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര പൈസ വേണമെങ്കിൽ തരാം, ഞങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കും. ഞാൻ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കില്ല. പിന്നെ അവർ ആഴ്ചയിൽ 3 ദിവസം ആട്ടോ പിടിച്ച് ഇവിടെ വരും. 4 പേര് പഠിപ്പിച്ച് അവരിപ്പം കോഴിക്കോട് ക്ലാസ് എടുക്കുകയാണ്. ഇവിടെ ആറ്റുകാൽ പഠിച്ച 2 പേര് എറണാകുളത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ബാച്ചിലൊക്കെ പഠിച്ചൊരു ഓൺലൈനായിട്ട് ധാരാളം പേര് പഠിപ്പിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് പലയിടത്തും ഇപ്പം ഞാൻ പഠിപ്പിച്ചെടുക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നേമത്ത് ഒരു 10-50 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചെടുക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോകും. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പഠിക്കണമെന്ന് തോന്നും. അല്ല ഞാൻ ചെന്നിട്ട് ആരെങ്കിലും ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞത് ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ഭഗവത്ഗീതയെക്കുറിച്ച് അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് പഠിക്കണമെന്ന് തോന്നും. അപ്പോൾ ആൾ വരും പഠിക്കും. അങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഭഗവത്ഗീത പഠിക്കാൻ ഉണ്ടായ കാരണം ഈ അഭേദാനന്ദ ആശ്രമത്തിൽ അവിടെ നിന്നാണ് ഭഗവത്ഗീത പഠിക്കാനുണ്ടായത്. അപ്പം അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം എന്താണ്? ആ ഭഗവത്ഗീത പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വരാനുണ്ടായ കാരണം എന്തായിരുന്നു? അതെനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് വീട്ടിൽ കൊച്ചിലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് നാമം ജപിക്കണമെന്ന് വെച്ച് നിർബന്ധം അച്ഛനും. അപ്പം കൃഷ്ണൻ്റെ പടമുള്ളത്. അപ്പോൾ വീട്ടിൽ പശുവുണ്ട്. ആ പശുവിന് വൈകുന്നേരം കറക്കുന്ന പാല് ഒരു ഗ്ലാസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് കറന്ന മേനിക്ക് വാങ്ങിച്ചുകൊണ്ട് ഭഗവാന്റെ പടത്തിൽ കൊണ്ടുവച്ചിട്ട് 2 പഴമൊക്കെ വാങ്ങിച്ചിട്ട് അരിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങ് വെച്ചു. അതങ്ങനെ വാസ്തവത്തിൽ ഭഗവാന് കൊടുക്കുന്നതായിട്ട് തന്നെ. പക്ഷേ വൈകുന്നേരം പാലും പഴമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷേ എന്തോ പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നാലും ശ്രീകൃഷ്ണ സംശയത്തിൽ എപ്പോഴും പോകും. അപ്പോൾ ഈ നമുക്ക് വരുന്ന കർമ്മങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കർമ്മം ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ നമ്മുടെ ഗുണമനുസരിച്ച് നമുക്ക് കർമ്മം വരും. ആ ഗുണത്തിന് അടിപ്പെട്ട് നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും പിള്ളേർക്കെല്ലാം നല്ല നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തുള്ളൂ. നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കണം ഇത് നീ പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള. അതല്ലാതെ എനിക്കത് അങ്ങനെയൊന്നുമല്ല. അത് നിശ്ചയമായി ഈ ഭഗവാന്റെ. അത്രേ എനിക്കറിയാവൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഉപകരണം മാത്രം. എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു, ഞാനത് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാനെക്കുറിച്ച് ബോധേടയില്ല. എനിക്ക് എൻ്റെ ഗുണമനുസരിച്ചായിരിക്കണം എനിക്ക് കർമ്മങ്ങൾ വരുന്നത്. അല്ല കർമ്മത്തിൻ്റെ ഉടമസ്ഥനല്ല ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ കർമ്മത്തെ മാറ്റിയെടുക്കാൻ ഒക്കില്ല. ഞാൻ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് ആ ഗുണത്തിൽ അടിപ്പെട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്യുന്നു. നിഷ്കാമമായിട്ട് ചെയ്യാൻ എല്ലാത്തിനും ചെയ്യും. ഗീത പഠിപ്പിക്കുന്നതിൽ പൈസ വാങ്ങിക്കുന്നതിലും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പം നമ്മുടെ ഗുണമനുസരിച്ച് അവശരായി നമ്മൾ അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ നിശ്ചയുള്ള ഗുണമനുസരിച്ച് അവശരായി കർമ്മം ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഗുണത്തിന് അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കർമ്മം വരുന്നത്. നമ്മളത് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ നിശ്ചയമല്ല, എല്ലാം ഭഗവാൻ നിശ്ചയം. അപ്പം അങ്ങനെ ഭഗവത്ഗീത പഠിക്കാൻ പോകേണ്ടി വന്നത് തന്നെ ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ അതെ ഞാൻ പുസ്തകം ഗീത പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ പഴയ പല പുരാണ കഥകൾ വായിക്കും. ഭഗവത്ഗീതയുടെ ദർശനം വായിച്ച് മനസ്സിലാകില്ല. പക്ഷെ അതൊരു ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ മനസ്സിലാകും. അപ്പോൾ ആദ്യത്തെ 1-2 ക്ലാസ് ഞാൻ പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. പഠിപ്പിക്കേണ്ട വിധം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ സ്വയം പഠിച്ചു.
അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് ഞാൻ പിന്നെ സ്വയം പഠിക്കുകയും നോട്ട് എഴുതുകയും അതിൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീത, ഗീതാ പഠന സഹായം ഗ്രന്ഥം. ശരി. ആ ഗ്രന്ഥമാണ് ഇപ്പം ആറ്റുകൾ ഫോളോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ചെയ്തു പോകും. അല്ലാതെ ഗീത പഠിപ്പിക്കാനും അതെല്ലാം പോകാനും ഇതേ ഉള്ളൂ നിമിത്തം, വേറെ ഒന്നും വയ്ക്കാം. അങ്ങ് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അധ്യാപകൻ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഗീത പഠിപ്പിക്കുന്നതാണോ എളുപ്പം, അതോ ഭഗവാന്റെ ഭക്തൻ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നതാണോ എളുപ്പം? ഞാൻ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഭഗവാന്റെ ഭക്തനാണെന്നോ അധ്യാപകനാണെന്നോ. ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ അധ്യാപകനായതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ടാകും. ഒരു അധ്യാപകനായതുകൊണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കുവാൻ ആ ഒരു സൗകര്യം ഓട്ടോമാറ്റിക്കായി ഉണ്ടാകും. മറ്റുള്ളവരെക്കാളും അധ്യാപകർക്ക് പഠിപ്പിക്കാൻ കുറച്ചുകൂടെ അങ്ങനെയാണ്. അപ്പം ഭഗവാന്റെ ഞാൻ ഭക്തനാണോ എന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല. അപ്പം ഭക്തൻ ഞാനെന്ന് പറഞ്ഞെങ്കിൽ അത് കണക്കാക്കേണ്ടത് ഭഗവാൻ തന്നെയാണ്. ഞാൻ ഭക്തനാണോ എന്ന് തീരുമാനിക്കേണ്ടതും ഭഗവാനാണ്. അത് എൻ്റെ പ്രവൃത്തിയെ അനുസരിച്ചല്ലിരിക്കും. അപ്പോൾ ആ പ്രവൃത്തി ഇപ്പം കണക്കിലെടുത്ത് നിശ്ചയിക്കുന്നത് ഞാൻ ഭഗവാനാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഭക്തനായിട്ട് നടക്കണ്ട എൻ്റെ കാര്യമാണ്. അപ്പം ഭക്തനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ അതോ അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നേ ഇല്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്നു. ഈ രണ്ട് ചിന്താഗതി എൻ്റെ മനസ്സിലില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണ്. എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഭക്തനാണെന്ന ചിന്തയും എനിക്കില്ല, ഞാൻ അധ്യാപകനാണെന്ന ചിന്തയും എനിക്ക് ഇല്ല. ഈ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമാണോ? ഇത് പലരും അങ്ങനെ വിചാരിക്കുന്നു, ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമാണ്. വാസ്തവത്തിൽ ഭഗവത്ഗീത മതഗ്രന്ഥമേ അല്ല. ഇത് ലോകമെമ്പാടുമുള്ള കർമ്മത്തിൻ്റെ ശാസ്ത്രമാണ്. ലോകമെമ്പാടുമുള്ള കർമ്മത്തിൻ്റെ ശാസ്ത്രമാണ്. സത്യാന്വേഷണത്തിൻ്റെയും സത്യസാക്ഷാത്കാരത്തിൻ്റെയും വിവിധ വശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സത്യസ്വരൂപത്തെ കാട്ടിത്തരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. എന്നാൽ ഇതൊരു സ്വതന്ത്ര കൃതിയല്ല, ബൃഹത്തായ ഒരു കൃതിയുടെ ഭാഗമാണ്. വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ നമുക്ക് വേണമെങ്കിൽ ദേശീയ ഗ്രന്ഥം ഒന്ന് കണക്കാക്കാം. അത് ഇത് ഭഗവത്ഗീതയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പേരും പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു തത്വത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിത ലക്ഷ്യം നേടും, സംശയമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്ന ഭഗവത്ഗീത സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം മനസ്സിലായില്ല. അവരുടെ ചിന്താഗതിയിൽ ഇതൊരു മതഗ്രന്ഥമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മതഗ്രന്ഥമല്ല. വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. പണ്ട് ഉത്തരേന്ത്യയിൽ ചന്ദ്രവംശത്തിലെ രണ്ട് വിഭാഗക്കാർ, പാണ്ഡവരും കൗരവരുടെയും ജീവിതകഥ. അവർ കുരുക്ഷേത്രത്തിൽ നടത്തിയ വലിയ യുദ്ധം, പിന്നെ മറ്റ് ധാരാളം കഥകൾ ചേർന്നതാണ് മഹാഭാരതം. അതാണ് അതിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഭഗവത്ഗീത നമുക്ക് അതിൻ്റെ സന്ദർഭം കൊടുക്കാം. ഭഗവത്ഗീതയുടെ കുരുക്ഷേത്രത്തിൽ പാണ്ഡവരും കൗരവരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. യുദ്ധം തുടങ്ങിയിട്ടില്ല. അന്ന് ധർമ്മയുദ്ധമാണ്.
ദിവസവും കൃത്യസമയത്ത് യുദ്ധം തുടങ്ങും, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ യുദ്ധം. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ മധ്യപാണ്ഡവനായ അർജുനൻ തൻ്റെ തേരാളിയായ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ദുഷ്ടനും ദുരാഗ്രഹിയുമായ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാനും മരിക്കാനും സന്നദ്ധരായി വന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി എൻ്റെ രഥത്തെ 2 വിഭാഗം സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തുക. അർജുൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ രഥത്തെ 2 വിഭാഗത്തിൻ്റെയും സൈന്യത്തിൻ്റെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, ദാ നോക്കൂ, നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആരോട്. അർജുൻ നോക്കി കൗരവപക്ഷത്തേക്ക്. ആരെ കണ്ടത്? താൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന ഭീഷ്മ പിതാമഹൻ കൗരവ സൈന്യത്തിൻ്റെ നായകനായിട്ട് നിൽക്കുന്നു. തനിക്ക് ശസ്ത്രവിദ്യ അഭ്യസിച്ചെന്ന ദ്രോണാചാര്യർ തൊട്ടടുത്ത് നിൽക്കുന്നു. ദ്രോണാചാര്യൻ്റെ മകൻ അശ്വത്ഥമാവ് നിൽക്കുന്നു. പിന്നെ ബന്ധുക്കൾ, സ്വന്തക്കാർ എല്ലാവരും നിൽക്കുന്നു. അപ്പോൾ അർജുനന് ഒരു പെട്ടെന്നൊരു ചിന്താഗതി ഉണ്ടായി, ഒരു ക്ലൈബ്യഭാവം ഉണ്ടായി അർജുനന്. ആർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണോ ഭരണം നടത്തേണ്ടത്, അവരെല്ലാം കൊല്ലണം. അപ്പോൾ ഇവരെയൊക്കെ കൊന്നിട്ട് എന്ത് നേടാനാണ്? അർജുനൻ കൃഷ്ണനോട്, കൃഷ്ണ, എനിക്ക് എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്തൊരു പാപം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. എനിക്ക് എൻ്റെ ബന്ധുക്കളെ കൊല്ലുമ്പോൾ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ഇവരോട് യുദ്ധം ചെയ്തവരെ കൊല്ലുന്നതിന് പകരം സന്യാസം സ്വീകരിച്ച് ഭിക്ഷാടനം ചെയ്യുക, ജീവിക്കുക. അതാണ് കരുണീയം. ഞാനിതെൻ്റെ തല കറങ്ങുന്നു, ശരീരം വേർക്കുന്നു, ഗാന്ധീവം കയ്യിൽ നിന്ന് താഴെ വീണു, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. രണഭൂമിയിൽ യുദ്ധഭൂമിയിൽ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം എന്താ? തന്നോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ വരുന്ന ആരായാലും ശരി, ബന്ധമോ സ്വന്തമോ നോക്കാതെ അവരോട് യുദ്ധം ചെയ്യുക, ക്ഷത്രിയൻ്റെ ധർമ്മം. അങ്ങനെ കുരുക്ഷേത്രത്തിൽ സ്വധർമ്മമനുസരിച്ച് കർമ്മം ചെയ്യാൻ വിസമ്മതിച്ചു നിന്ന അർജുനന് ധർമ്മോപദേശം നൽകി കർമ്മോത്സുകനാകാൻ ഭഗവാൻ ഉപദേശിച്ചാണ് ഭഗവത്ഗീത. പാർത്ഥായ പ്രതിബോധിതം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭഗവാൻ നാരായണൻ അർജുനനെ നേരിട്ട് ഉപദേശിച്ചതും പുരാതന മുനിയായ വ്യാസൻ മഹാഭാരതത്തിൻ്റെ മധ്യ എഴുതി ചേർത്തതും അദ്വൈത സിദ്ധാന്തം വെളിപ്പെടുത്തുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും സംസാര ദുഃഖനാശിനിയും ഭഗവതിയുമായ അല്ലയോ ഗീതാമാതാവെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇത്രയാ ആ ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി വാസ്തവത്തിൽ നമ്മെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അർജുനനെ നിമിത്തമാക്കി വാസ്തവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ നമുക്ക് പഠിപ്പിക്കുന്നത്? നീ ആരെന്ന് പഠിപ്പിക്കുന്നു, നിൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് പഠിപ്പിക്കുന്നു, ആ ലക്ഷ്യം നേടാൻ എന്താണ് മാർഗമെന്നും പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പറയട്ടെ ഞാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഭഗവാൻ പഠിപ്പിക്കുന്നു. നീ ആര്, അതാണ് ജ്ഞാനയോഗം. നീ ആരെന്ന് മനസ്സിലാക്കുന്നത് ജ്ഞാനം. നീ ആരെന്ന് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. അത് ജ്ഞാനയോഗം വരും. ലക്ഷ്യം നേടാൻ എന്താ മാർഗം, അത് അതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നീ ആര്, അപ്പം അത് കർമ്മയോഗത്തിൽ വരും. അപ്പം ജ്ഞാനയോഗവും കർമ്മയോഗവും കൂടെ വരാൻ പോവുകയാണ് ഇപ്പോൾ. ഈ പ്രധാനപ്പെട്ട ഭാഗം ഇത് വരെയാണ്. അപ്പം അർജുനൻ്റെ നിമിത്തമാക്കി ഭഗവാൻ നമ്മയാണ് പഠിപ്പിക്കുന്നത്. എന്തൊക്കെ പഠിപ്പിക്കുന്നത്? നീ ആര്, നിൻ്റെ ജീവിത ലക്ഷ്യമെന്ത്, ആ ലക്ഷ്യം നേടാൻ എന്താണ് മാർഗം. അപ്പോൾ അർജുനൻ പറഞ്ഞു ഇത് 3 പക്ഷെ ഓരോന്നേരം നേട്ടുന്ന
വ്യക്തമായിട്ട് തരാമെന്ന് ആദ്യം പറഞ്ഞു, നീ ആര്? ശരി, അതിനെക്കുറിച്ച് പറയാൻ പോകാം ഭഗവാൻ. അർജുന, അപ്പം നീ ആരെന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം അർജുന, നീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൻ്റെ അംശമാണ്. നീ ബ്രഹ്മം തന്നെയാണ്. അവൻ പറയാം, നമ്മൾ പലരും കേട്ടിരിക്കും, സായിബാബ ജീവിച്ചിരുന്നപ്പോഴേ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്ന ഭക്തന്മാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രേമസ്വരൂപരെ എന്ന്. സായിബാബ അദ്ദേഹത്തെ കാണാൻ ചെന്ന ഭക്തന്മാരോട് അഭിസംബോധന ചെയ്യുന്ന പ്രേമസ്വരൂപരെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രേമസ്വരൂപരാണ്, നിങ്ങൾ ആനന്ദകരമായ അഖണ്ഡ ബോധമാണ്. പക്ഷെ നിങ്ങൾക്കത് അറിഞ്ഞൂടാ, കാരണം നിങ്ങൾ മായാവലയത്തിൽ അകപ്പെട്ടു. നോക്കുക, സാധാരണക്കാരനായ ഒരു വ്യക്തിയോടുകൂടി നീ ആനന്ദഘനമായ അഖണ്ഡ ബോധമാണ്, നീ ഉണ്മയാണ്, നീ വസ്തുവാണ്, നീ ബോധമാണ്, നീ സത്യമാണ്, നീ ശിവമാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ആകപ്പെടെ കുഴങ്ങും, ഇല്ലേ? പക്ഷെ ലളിതമായ ഉദാഹരണങ്ങളോടുകൂടി അത് വിവരിച്ചു കൊടുത്താൽ മനസ്സിലാവും. കൃഷ്ണൻ എങ്ങനെ അർജുനനെ നീ ആരെന്നുള്ളത്, അർജുനൻ എന്താ പഠിക്കുന്നത്? അമ്മയെ പഠിപ്പിക്കുന്നത്. അപ്പം നീ ആര്? അപ്പം നമ്മളൊക്കെ ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഭഗവാൻ. അപ്പോൾ അതിൽ ഒരു ശ്ലോകത്തിൽ കൂടെയാണ് പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേൽ ശിഷ്യസ്തേഹം സ്വാതിമാൻ ത്വാം പ്രപന്നം. ആധ്യാത്മദൃഷ്ടിയിൽ വളരെ പ്രാധാന്യമുള്ള ശ്ലോകമാണിത്. ഇത് അർജുനൻ്റെ ശരണാഗതിയാണ്. അർജുൻ ഭഗവാന് ശരണം പ്രാപിക്കും. നമുക്ക് ഭഗവാന് ശരണം പ്രാപിക്കണം. അർജുനൻ ഭഗവാന് ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അർജുനൻ പറയുന്നത് ഭഗവാനെ എനിക്ക് ധർമ്മമേത് അധർമ്മമേതെന്ന് അറിഞ്ഞുകൂടാ, ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല, എനിക്ക് നേരായ മാർഗ്ഗം ഉപദേശിച്ചു തരണം, അങ്ങല്ലാതെ തന്നെ വേറെ ആരുമില്ല, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ അങ്ങ് ശിഷ്യനാണ്, അങ്ങ് പറഞ്ഞു തരണം. വനവാസകാലത്ത് അർജുനൻ നേടിയ തിദിക്ഷ എന്ന് പറഞ്ഞെന്നറിയാമോ? എന്ത് സഹിക്കാനുള്ള കഴിവ്? വനവാസകാലത്ത് അർജുനൻ നേടിയ തിദിക്ഷയും ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെയ്ത തപസ്സും ശിവന് അർജുനനെ ദൈവീ സമ്പന്നാക്കി മാറ്റി. കാമവും മതമാത്സര്യങ്ങളും കൂടെ അർജുനനെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ആസ്തിക ബുദ്ധിയും ധർമാസക്തിയും അർജുനനെ ശരിയായ പാതയിൽ കൂടെ തന്നെ നയിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ, ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടം വന്നപ്പോൾ യുദ്ധം ചെയ്യണമെന്നപ്പോൾ യുദ്ധം വച്ചില്ലേ, എന്ത് ചെയ്യണമെന്ന് കുഴങ്ങി. അതിന് കാരണം എന്താ? കാർപ്പണ്യദോഷം, അജ്ഞാനം, ശരിയായ വസ്തുബോധമില്ലായ്മ. അതാ നമ്മൾ വരുന്നുണ്ടായില്ല, ശരിയായ വസ്തുബോധമില്ലായ്മ. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ശരിയായ വസ്തുബോധമില്ലാതെ ഇഹലോക ജീവിതം അവസാനിപ്പിക്കുന്നത്, അത് മരിക്കുന്നത്, അയാളെ കൃപണൻ എന്ന ഉപനിഷത്തുകൾ ഘോഷിക്കുക. അപ്പോൾ അർജുനൻ കൃപണനാകാൻ ഭഗവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അർജുനന് ശരിയായി ജ്ഞാനം ഉപദേശിച്ചോടെ വസ്തുബോധം ഉപയോഗിച്ച് അത് നമ്മൾ അതിലോട്ട് വരുന്ന ഇപ്പം ജ്ഞാനയോഗത്തിൽ കാർപ്പണ്യദോഷവും ഉപഗത സ്വഭാവ ഭാഗമാണ്. ഭഗവാൻ പറഞ്ഞു, അർജുന, സകല എല്ലാ മനുഷ്യരുടെയും ജീവിതം ആരംഭിക്കുന്നത് 2 ഘടകങ്ങളോടുകൂടിയാണ്. ശ്രദ്ധിച്ചാണ്. എല്ലാം ഇപ്പം ഇത് ജ്ഞാനമാണ്. ഭഗവാൻ എല്ലാ മനുഷ്യരുടെയും ജീവിതം ആരംഭിക്കുന്നത് 2 ഘടകങ്ങളോടുകൂടിയാണ്: സ്വരൂപം, സ്വഭാവം. സ്വരൂപത്തിന് നാശമില്ല. സ്വരൂപത്തിൽ നിന്ന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതാണ് സ്വഭാവം. സ്വഭാവം നശിക്കും. അതിന് ജീവന് നാശമില്ല, ശരീരം നശിക്കും. ആത്മാവിന് നാശമില്ല, ശരീരം. സ്വരൂപം, സ്വഭാവം. സ്വരൂപത്തിന് നാശമില്ല, സ്വഭാവം നശിക്കും. ഉദാഹരണത്തിന് ഭഗവാൻ പറഞ്ഞു,
ഒരു ജലാശയത്തിൽ ഒരു കല്ലെടുത്തിടുക. ആ ഒരു കല്ലിടുമ്പോൾ കുറേ കുമിളകൾ ഉണ്ടാകും. ഈ കുമിളകൾ അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കുമിളകളൊക്കെ പൊട്ടിപ്പോകും, അപ്രത്യക്ഷമാകും. നമുക്കൊരു കുമിള എടുക്കാം. ആ കുമിളയിൽ എന്തുണ്ടെന്ന് നോക്കാം. ആ കുമിളയിൽ ജലമുണ്ട്, അതിന് ആകൃതിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ പേരും കൊടുക്കാം. കുമിളയായി വരുന്നതിന് മുൻപ് തന്നെ കുമിളയിലെ ജലം അവിടെ ഉണ്ടായിരുന്നു. കുമിളയായി സഞ്ചരിച്ചപ്പോഴും കുമിളയിൽ ജലമുണ്ട്. കുമിള പൊട്ടിപ്പോയപ്പോഴും ജലം നശിച്ചില്ല. അപ്പോൾ ആ കുമിളയുടെ ജലമാണ് അതിൻ്റെ സ്വരൂപം. ആകൃതിയും പേരും സ്വഭാവം. പ്രപഞ്ചം എന്ന നിലനിൽപ്പിന് ഈ രണ്ട് ഘടകമുണ്ട്, സ്വരൂപവും സ്വഭാവവും. പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദഘനമായ അഖണ്ഡബോധം, നമ്മൾ ഭഗവാൻ എന്ന് പറയും. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമോ കർമ്മഗതി കൊണ്ട് ഇവിടെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്ന സൂര്യ, ചന്ദ്ര, പക്ഷി, വൃക്ഷം, മൃഗാദി, മനുഷ്യ സകലതും പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ജലത്തിലെ കുമിളയിലെന്ന പോലെ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളിലും പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമുണ്ട്, സ്വഭാവമുണ്ട്. അതായത് ഓരോ വ്യക്തിയും ആനന്ദഘനമായ അഖണ്ഡ ബോധമെന്ന സ്വരൂപവും രൂപം, നാമം എന്ന സ്വഭാവം. ഈ സ്വരൂപത്തെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഓരോ വ്യക്തിയുള്ള സ്വരൂപത്തെയാണ് ആ വ്യക്തി സാക്ഷാത്കരിക്കേണ്ടത്. സ്വരൂപ സാക്ഷാത്കാരമാണ് സത്യസാക്ഷാത്കാരം, അത് തന്നെ ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച വ്യക്തിക്ക് മനസ്സിലാകും, ഞാൻ ശരീരമല്ല, ഇന്ദ്രിയമല്ല, മനസ്സല്ല, ഞാൻ ശുദ്ധബോധമാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ ശുദ്ധ ബോധം സ്വരൂപത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ സ്വരൂപത്തെ എങ്ങനെ സാക്ഷാത്കരിക്കും? സ്വഭാവത്തെ നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. സ്വരൂപ സാക്ഷാത്കാരത്തിന് സഹായകരമായ ഘടകമാണ് ധർമ്മം. അപ്പോൾ ഓരോ വ്യക്തിയും ധർമ്മമനുസരിച്ച് കർമ്മം ചെയ്യുകയും ശരിയായ രീതിയിൽ ജീവിച്ച് ഗുരുവിൽ നിന്ന് ഉപദേശം നേടി ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷാത്കാരം ശ്രമിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം. അത് ഇവിടെയാണ് നമ്മൾ തത്വമസി എന്ന വാക്കുകൾ ശ്രമിക്കുന്നത്. തത്വമസി അത് നീ തന്നെയാണ്. ആരെ കാണാനാണോ നീ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്, അത് നീ തന്നെയാണ്. നീയും ഞാനും പ്രത്യേകം ഒന്നുമല്ല. പക്ഷെ നിനക്ക് മനസ്സിലാകുക. അതാണ് സായിബാബ പറഞ്ഞത്, നീ ആനന്ദഘനമായ അഖണ്ഡ ബോധമാണ്, നിനക്കറിഞ്ഞ മായാവലി. അപ്പോൾ അർജുനന് ഇപ്പം ഈ എക്സാമ്പിളിലൂടെ അർജുനൻ ഞാൻ ശുദ്ധബോധമാണെന്ന് മനസ്സിലായി. ഞാൻ ശുദ്ധം. പക്ഷേ അത് തിയററ്റിക്കൽ നോളജേ ഉള്ളൂ. പ്രാക്ടിക്കലാണെങ്കിൽ വേറെ വഴിയുണ്ടെന്നെ, എന്താ ചെയ്യേണ്ടത്? സാധിക്കും എല്ലാവർക്കും. അപ്പോൾ നീ ആരെന്നുള്ളത് അർജുനന്. അപ്പോൾ ഇത് ജ്ഞാനയോഗം, ഇതാണ് ജ്ഞാനയോഗം. നീ ആരാണെന്ന്, നീ ശുദ്ധബോധമാണ്. ഇവിടെ ഞാനല്ലാതെ ഭഗവാനല്ല, വേറെ ഒന്നുമില്ല. രണ്ടില്ല ഇവിടെ, സകലവും അത് തന്നെ. അതല്ല സായിബാബ, നീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൻ്റെ അംശമാണ്, നീ ശുദ്ധബോധമാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് അർജുനന് മനസ്സിലായി. ഞാൻ ശുദ്ധബോധമാണെന്ന് അർജുനന്. അതാണ് അവിടെ ജ്ഞാനയോഗത്തിൽ വരുന്നത്. അപ്പം അർജുനൻ നിമിത്തമാക്കി നമ്മെ എന്താ പഠിച്ചത്? നീ ആരെന്ന് പഠിപ്പിച്ചു? ഞാൻ ശുദ്ധബോധമാണെന്ന് എനിക്കിപ്പം മനസ്സിലായി തിയററ്റിക്കലായിട്ട്. അപ്പോൾ എന്താ എൻ്റെ ജീവിത ലക്ഷ്യം? അടുത്ത ഭഗവാൻ പറഞ്ഞു ജീവിത ലക്ഷ്യം എന്തോ? സാധാരണക്കാർ പിള്ളേരോടൊക്കെ അതിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക, ജോലി ചെയ്യുക, അതല്ല ജീവിത ലക്ഷ്യം. യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനന മരണത്തിൽ നിന്നുള്ള മോചനം, ഭഗവത് പ്രാപ്തി, ഈശ്വരപ്രാപ്തി, മോക്ഷപ്രാപ്തി തന്നെയാണ് ജീവിത ലക്ഷ്യം. അപ്പോൾ രണ്ട് ചോദ്യം ആയത്. ജീവിത ലക്ഷ്യം എന്താണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ ആണ് ആ ലക്ഷ്യം നേടാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നീ ആരാണെന്ന് മനസ്സിലാക്കി, ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി, ലക്ഷ്യം നേടാൻ എന്താണ് വേണ്ടതെന്ന്
അർജുൻ ചോദിച്ചു അതെന്താ വേണ്ടത്? അത് അർജുന, അതിന് വേണ്ടത് നിൻ്റെ കർമ്മമാണ്. ജീവരക്ഷ നേടാൻ വേണ്ടിയത് നിൻ്റെ കർമ്മം. അപ്പോൾ അർജുൻ കർമ്മമാണ്, അപ്പോൾ അതെങ്ങനെ ചെയ്യണം? ജീവലക്ഷ്യം വേണ്ടി കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് അർജുൻ ചോദിക്കുന്നു. ഭഗവാൻ പറയുന്നു, ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണം, കർമ്മം സമർത്ഥമായി ചെയ്യണം, കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യണം. 3 കാര്യമാണ്. അപ്പോൾ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭഗവാൻ ഒന്നുകൂടെ അങ്ങനെ ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണം, കർമ്മം സമർത്ഥമായി ചെയ്യണം, കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യണം. ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ഓരോന്നും വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ഭഗവാൻ? പിന്നെ വ്യക്തമായിട്ട് ഇപ്പോൾ ഓരോന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു കർമ്മം, അത് ഓരോന്നും വ്യക്തമായി ഭഗവാൻ പറഞ്ഞു. ആദ്യത്തെ എടുക്കാം, എങ്ങനെ? കർമ്മം ഫലം പ്രതീക്ഷിക്കാതെ. ഭഗവാൻ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്തു കർമ്മണി. കർമ്മത്തെ ശോഭനമാക്കുന്ന 4 ഘടകങ്ങളാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ അർജുനെ വിവരിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെയത് ഈ കർമ്മത്തെ ശോഭനമാക്കുന്ന 4 ഘടകങ്ങളാണ് ഭഗവാൻ അർജുനെ ഈ ശ്ലോകത്തിൽ കൂടെ വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 4 ഘടകം? കർമ്മം ചെയ്തേ തീരൂ, ഫലം പ്രതീക്ഷിക്കരുത്, കർമ്മവാസന സഞ്ചയിക്കരുത്, കർമ്മം ചെയ്യാതിരിക്കരുത്. അതായത് അകർമ്മത്തിൽ സംഘമരുത്. ഇപ്പം 4 ഘടകങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. കർമ്മം ചെയ്തേ തീരൂ, ഫലം പ്രതീക്ഷിക്കരുത്, കർമ്മവാസന സഞ്ചയിക്കരുത്, കർമ്മം ചെയ്യാതിരിക്കരുത്. അപ്പോൾ അർജുനൻ പറഞ്ഞു ഓരോന്നും വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ചോദിച്ചു. അത് ആദ്യത്തെ ഈ 4 ഘടകങ്ങൾ ഓരോന്നും ശരിയാണ് ഭഗവാൻ പറഞ്ഞു. ആട്ടെ, ആദ്യത്തെ എടുക്കുക. കർമ്മം ചെയ്തില്ല. അർജുനെ പോലെ കർമ്മവാസനയുമായി ജനിച്ച ഒരു വ്യക്തി ലൗകിക ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് പൊടുന്നനവേ സന്യാസം സ്വീകരിക്കാൻ പാടില്ല. ഇതൊരു അലിഖിത നിയമമാണ്. ഈ നിയമം ലംഘിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. കർമ്മവാസനയുള്ള ഒരു വ്യക്തി കർമ്മം ചെയ്ത് വാസനകൾ കുറയ്ക്കുന്നതിന് പകരം ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യമുള്ള സന്യാസം സ്വീകരിച്ചാൽ ആ വ്യക്തി സന്യാസിയുടെ വേഷഭൂഷാദികൾ മാത്രമേ കാണൂ. സന്യാസിയുടെ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് ഒരു ലൗകികനേക്കാളും കാമ ക്രോധ മോഹ ലോഭത്തോടു കൂടി ജീവിച്ച് തനിക്കും സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേസമയം യഥാർത്ഥ സന്യാസിക്ക് ലോകോപകാരാർത്ഥം കർമ്മമയ ജീവിതം നയിക്കാം. യഥാർത്ഥ സന്യാസിക്ക് ലോകോപകാരാർത്ഥം കർമ്മമയമായ ജീവിതം നയിക്കാം. എന്നാൽ കർമ്മബദ്ധൻ പൊടുന്നനവേ സന്യാസം ശിക്ഷിക്കും. ഇതൊന്നും ഇനി അടുത്ത രണ്ടാമത്തെ ഫലം പ്രതീക്ഷിക്കുന്നല്ലേ. കർമ്മങ്ങൾക്കെല്ലാം അനുകൂലമായ ഫലമാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ തകരുന്നതാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് കർമ്മവാസനയുള്ള ഒരു സത്യാന്വേഷി ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ഉദാസീനായിട്ടിരിക്കണം. ഫലം അനുകൂലമെങ്കിൽ ഈശ്വരാനുഗ്രഹം, ഫലം പ്രതികൂലമെങ്കിൽ അതും ഈശ്വരേച്ഛ. ഈ ചിന്ത വാസനകളെ കുറച്ചിട്ട് സത്യത്തോട് അടുപ്പിക്കും. അതേസമയം ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഫലം വിപരീതമാണെങ്കിൽ ദുഃഖവും പ്രയാസവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണം. അതിൻ്റെ 3ാമത്തെ കാര്യം എന്താ? കർമ്മവാസന സഞ്ചയിക്കരുത്. കർമ്മവാസന സഞ്ചയിക്കുക. അതിനെക്കുറിച്ച് മനുഷ്യ മനസ്സിന് വ്യാപരിക്കാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. മനുഷ്യ മനസ്സിന് വ്യാപരിക്കാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആധ്യാത്മികം, അതായത് ഈശ്വരപരമായ കാര്യങ്ങൾ. 2 ഏതെങ്കിലും കർമ്മവും അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ മനുഷ്യൻ ചിന്തിക്കാൻ. മനുഷ്യ മനസ്സിന് വ്യാപരിക്കാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആധ്യാത്മികം, മറ്റേത് ഭൗതികം.
ഒന്ന് ഈശ്വരപരമായ കാര്യങ്ങൾ, മറ്റത് കർമ്മം, അതിൻ്റെ ഫലത്തെക്കുറിച്ച്. ഇത് ഏതാണോ ഒരു വ്യക്തിക്ക് ഗുണം അത് അയാൾക്ക് സ്വീകരിക്കാം. ഞാൻ കർമ്മം ചെയ്യുന്നു, എനിക്ക് ഫലം വേണമെന്നുള്ള ചിന്തയാണ് കർമ്മത്തിനും ഫലത്തിനും ഹേതു. ആവർത്തിച്ചുള്ള ഈ കർത്തൃത്വ ഭോക്തൃത്വ ചിന്ത രാഗദ്വേഷ രൂപത്തിലുള്ള കർമ്മവാസന അന്ധഃകരണത്തിൽ അടിഞ്ഞുകൂടുന്നു. ചില കർമ്മങ്ങൾ ചെയ്ത് സുഖം അനുഭവിക്കണമെന്നുള്ള രാഗം. ചില കർമ്മങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടാൻ വയ്യ എന്നുള്ളത് ദ്വേഷം. അന്ധഃകരണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ രാഗദ്വേഷ ഭാവന കർമ്മവും ഫലവും ആവർത്തിക്കാനിട വരുന്നു. കർമ്മഫല ആവർത്തനങ്ങൾക്കായി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് പറഞ്ഞത് പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനീ ജഠരേ ശയനം. കേട്ടില്ല നമ്മൾ? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മവാസന സഞ്ചയിക്കരുത്. കർമ്മവാസന സഞ്ചയിച്ചാൽ ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നാലാമത്തെ കാര്യം എന്താ? കർമ്മം ചെയ്യാതിരിക്കരുത്. അകർമ്മത്തിൽ സംഘം ഉണ്ടാകരുത്. ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണമെന്ന് പറയുമ്പോൾ ഫലം കിട്ടുമ്പോൾ ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല. ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഫലം വിപരീതമാണെങ്കിൽ ദുഃഖമുണ്ടാകും. അപ്പോൾ അർജുൻ ചോദിച്ചു, ഫലം വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യണം? ഭഗവാൻ പറഞ്ഞു, അർജുന, അത് ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനേക്കാളും കുഴപ്പമാണ്. കർമ്മവാസനയുള്ളൊരു വ്യക്തി കർമ്മം ചെയ്യാതിരുന്നാൽ ഈ വാസന അന്ധഃകരണത്തിൽ ഉറക്കത്തിൽ നിന്ന പോലെ അടിഞ്ഞു കൂടിയിട്ട് ഇയാൾ തമോ ഗുണക്കാരനായിട്ട് മാറ്റും. ഇയാൾ അലസനായിട്ട് മാറ്റും. സമൂഹത്തിന് ഒട്ടും ആവശ്യമില്ല. സമൂഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയായിട്ട് വെറും അലസനായിട്ട് ഇവൻ തമോ ഗുണക്കാരനായിട്ട് മാറും. അപ്പോൾ സ്വധർമ്മമൊന്നും അനുഷ്ഠിക്കില്ല. സ്വന്തം ധർമ്മമൊന്നും അവൻ സമയത്ത് ചെയ്യും. സ്വധർമ്മം അനുഷ്ഠിക്കാതെ വരുമ്പോൾ പരധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കും, മറ്റുള്ള ധർമ്മത്തെക്കുറിച്ച്. അർജുനൻ യുദ്ധം ചെയ്യാൻ അർജുനൻ പറഞ്ഞെന്താ? ഇവരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഞാൻ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ഭിക്ഷാടനം ചെയ്യാൻ. അത് പരധർമ്മമാണ് അർജുൻ്റെ. ക്ഷത്രിയനെ അർജുൻ്റെ യുദ്ധം ചെയ്യുന്നതിൽ ധർമ്മം. ആ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഞാൻ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ഭിക്ഷാടനം ചെയ്തിരിക്കാൻ പരധർമ്മമാണ് അർജുൻ്റെ. അപ്പോൾ അർജുന് സന്യാസം സ്വീകരിക്കാൻ കൗരവാദികൾക്കുള്ള സന്തോഷമല്ലേ? അർജുന ഇല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ തോൽപ്പിക്കാമല്ലോ. അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ പരധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കും, പരധർമ്മം ചെയ്യാൻ തുടങ്ങും. അത് സമൂഹത്തിനും അയാൾക്കും ദോഷമുണ്ടാകും. ഇതാണ് നീ കർമ്മം ചെയ്യാതിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർമ്മരഹസ്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നു. കർമ്മരഹസ്യം: കർമ്മം എന്തു തന്നെയായാലും ശരി, ഫലകാംക്ഷയെ ബന്ധനത്തിലാക്കുകയും നിഷ്കാമിയെ ബന്ധമുക്തനാക്കുകയും ചെയ്യും. ഭഗവത്ഗീതയിലെ കർമ്മരഹസ്യം. കർമ്മം എന്തു തന്നെയായാലും ശരി, ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ മോക്ഷപ്രാപ്തി ഇല്ല. അപ്പം മോക്ഷപ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ നിഷ്കാമം, ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണം. ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് കർമ്മം ചെയ്താലും മോക്ഷപ്രാപ്തി ഇല്ലാന്ന്. അതാണ് ഭഗവത്ഗീതയിലെ കർമ്മരഹസ്യം. കർമ്മം എന്തു തന്നെയാലും ശരി, ഫലകാംക്ഷയെ ബന്ധനത്തിലാക്കുകയും നിഷ്കാമിയെ ബന്ധമുക്തനാക്കുകയും ചെയ്യും. ഇനി അക്കൂട്ടത്തിൽ ഭഗവാൻ ആരാണ് യഥാർത്ഥ സന്യാസി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരാണ് യഥാർത്ഥ സന്യാസി? ഭഗവാൻ പറയാം അർജുനോട്, ആരാണോ സ്വധർമ്മമനുസരിച്ച് കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഫലവും സംഘവും മാനസികമായി ത്യജിക്കുന്നത് അയാളാണ് യഥാർത്ഥ സന്യാസി. അതായത് കാഷായ വസ്ത്രം ഇട്ടും കൊണ്ട് അമ്പലങ്ങളിൽ ചെന്ന് സന്യാസിയായിട്ട് ചെന്നിട്ട് കാര്യം സന്യാസമില്ല. തൻ്റെ ധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഫലവും സംഘവും മാനസികമായി ത്യജിക്കണം. ചില ആൾ പറയും, ഞാനീ കർമ്മം ചെയ്യും, എനിക്ക് എൻ്റെ ഫലമൊന്നും വേണ്ട, ആളെ പറ്റിക്കാൻ പറയും. പക്ഷെ ഉള്ളിൽ എന്തോ വേണം, അതിൻ്റെ ഫലം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. അതുകൂടെ ഭഗവാൻ കണക്കിലെടുത്തുണ്ടാകും പറഞ്ഞിരിക്കണേ. എന്താ പഠിച്ച ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന ഭഗവാൻ ചിന്താഗതി. അപ്പോൾ ഗീതയിലെ ആരാണ് യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത്? യഥാർത്ഥ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണോ കർമ്മം ചെയ്യുമ്പോൾ സ്വധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഫലവും സംഘവും, സംഘം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത, ഫലവും സംഘവും മാനസികമായി ത്യജിക്കണം. അയാളാണ് യഥാർത്ഥ സന്യാസി.
അയാളാണ് അതാ ത്യാഗി അർജുന എന്ന് പറഞ്ഞത്. ഇതാണ് കർമ്മയോഗത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ. ഏതാണ്? കർമ്മണ്യേവാധികാരസ്ഥയെ. അപ്പോൾ ആ 4 പേരുടെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ. ഇനി ഭഗവാൻ എന്തോ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. ഇനി അടുത്തെന്താ പറഞ്ഞേ? കർമ്മം സമർത്ഥമായി ചെയ്യണം. കർമ്മം സമർത്ഥമായി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഭഗവാനെ? അർജുൻ ചോദിക്കുക. കർമ്മം സമർത്ഥമായി ചെയ്യണമെന്ന്. എന്ത് സമർത്ഥമായ കർമ്മം? അർജുന, സമർത്ഥമായ കർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വര ബുദ്ധിയിൽ അഭയം പ്രാപിക്കുക. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. ഈ ലോകത്ത് ധന്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈശ്വര ബുദ്ധിയിൽ അഭയം തേടും. ഈ ലോകത്ത് ധന്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈശ്വര ബുദ്ധിയിൽ, ഈശ്വരൻ അവനവൻ്റെ ഉള്ളിൽ ആത്മരൂപേണ വർത്തിക്കുന്നു. ഈശ്വരൻ അന്വേഷിച്ച് പലയിടത്തും ഉണ്ട്, അവനവനിൽ തന്നെയുണ്ട് ഈശ്വരൻ. അതിനാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഈശ്വരൻ അവനവൻ്റെ ഉള്ളിൽ ആത്മരൂപേണ വർത്തിക്കുന്നു. ആ ഈശ്വരൻ അഭയം പ്രാപിച്ചാൽ സുഖവും സമാധാനവും ലഭിക്കും. ഈശ്വരബുദ്ധിയിൽ അഭയം നേടിയാൽ പുണ്യവും പാപവും ഇല്ലാതാവും. ഈശ്വരബുദ്ധിയിൽ അഭയം തേടിയാൽ ഭൗതികവും ആധ്യാത്മികമായ ഉന്നതിയും ലഭിക്കും. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുക. കർമ്മവാസന സഞ്ചയിക്കാതിരിക്കുകയും ചെയ്യുക. ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണ്, ഭഗവാൻ എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു എന്നുള്ള ഈശ്വര ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്താൽ ആ കർമ്മം അവനെ ബന്ധിക്കില്ല. അപ്പം അവിടെ ഈശ്വരബുദ്ധിയോട് കർമ്മം ചെയ്യുന്ന ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണ്, ഭഗവാൻ എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു എന്നുള്ള ഈശ്വര ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്താൽ ആ കർമ്മം അയാളെ ബന്ധിക്കും. അതാ. ഇനി ഒന്നുകൂടെ ഉണ്ടായില്ല, അത് ഒന്നുകൂടെ ഉണ്ട്. ഏതാ? കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യണം. കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ കർമ്മങ്ങൾ കൊണ്ട് നീ എന്നെ ആരാധിക്കണം. കർമ്മങ്ങൾ കൊണ്ട് നീ എന്നെ അപ്പം അർജുനൻ ചോദിച്ചു, അതങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആരാധന നടത്താൻ സാധിക്കുന്നങ്ങനെ? കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കണമെന്ന് പറയുമ്പോൾ അതങ്ങനെ സാധിക്കുമോ എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിന് അർജുന അതിന് 2 കാര്യമേ ഉള്ളൂ. ചേതസാ സർവകർമാണി മൈ സന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സഹതംഭവ. 2 കാര്യങ്ങൾ അർജുനൻ ശ്രദ്ധിച്ചാൽ മതി. അത് എന്തുവാ? സർവകർമ്മ സമർപ്പണം. രണ്ടാമത്തെ ലക്ഷ്യബോധം. ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തി. അപ്പോൾ ഈശ്വരപ്രാപ്തി ലക്ഷ്യമാക്കി തൻ്റെ സകല കർമ്മങ്ങളും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രപഞ്ചരൂപേണ പ്രത്യക്ഷനായിരിക്കുന്ന ഭഗവാന്റെ ആരാധനയെന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ 2 കാര്യങ്ങളാണ്. കർമ്മങ്ങൾ കൊണ്ട് നീ എന്നെ ആരാധിക്കണമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ശ്ലോകം പറഞ്ഞത് ചേതസാ സർവകർമാണി മൈ സന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സഹതംഭവ. അർജുന 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് സർവകർമ്മ സമർപ്പണം, ലക്ഷ്യബോധം. അപ്പോൾ ഈ ലക്ഷ്യബോധത്തോടുകൂടി കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഇത് സാധ്യമാകുമ്പോൾ ബുദ്ധി ഭഗവാൻ എപ്പോഴും കേന്ദ്രീകരിക്കും. അതിനെ ബുദ്ധിയോഗമെന്നും പറയും. അപ്പോൾ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ഭഗവാൻ തന്നെ കേന്ദ്രീകരിക്കും. ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ഭഗവാൻ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ കൽക്കട്ടയിലെ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. കൽക്കട്ടയിലെ പ്രഭുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട സ്ത്രീ താമസിക്കുക. വീടിൻ്റെ തൊട്ടടുത്ത് അവർക്കൊരു മകനുണ്ട്, കൊച്ചു കുഞ്ഞുണ്ട്. രാവിലെ വേറെ ആരുമില്ല, അവർ തൊട്ടടുത്ത വീട്ടിലും രാവിലെ കുഞ്ഞിന് ആഹാരം കൊടുത്ത് തൊട്ടിൽ കിടത്തി ആട്ടി ഉറക്കിയിട്ട് വീടും പൂട്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിലെ യജമാൻ്റെ വീട്ടിൽ നിന്ന് 2 മണിക്കൂർ ജോലി ചെയ്യും. പക്ഷേ അവർ ജോലി ചെയ്യുമ്പോഴും മനസ്സെവിടെയാണ്? മനസ്സ് വീട്ടിലെ കുഞ്ഞിൻ്റെ. ശരീരം കൊണ്ടുകൂടെ കർമ്മം ചെയ്യും, ജോലി ചെയ്യുകൊണ്ടിരിക്കും. മനസ്സ് എൻ്റെ കുഞ്ഞവിടെ, കുഞ്ഞിനെ.
അതുപോലെ ആകണം നമ്മളെന്ന് പറയാം. കർമ്മം ചെയ്യണം, മനസ്സ് പറയണം. ഇതാണ്. അപ്പോൾ ഇത് ഇത്രയും പറയാം കർമ്മയോഗമായി. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ജ്ഞാനയോഗം, ഇത് കർമ്മയോഗം. അപ്പം ഭഗവത്ഗീതയിൽ 2 പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കർമ്മയോഗത്തിൽ ഈ ഇത്രയും പറഞ്ഞു. ജ്ഞാനയോഗം നീ ആരാണെന്ന് അത് മനസ്സിലാക്കി കൊടുത്തു. അപ്പം അത് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് ഗുരുവിൽ നിന്നും മനസ്സിലാക്കി ശ്രദ്ധിക്കണം, അത് ചെയ്യണം. ഇത് ജ്ഞാനയോഗവും ഭഗവത്ഗീത ജ്ഞാനയോഗവും കർമ്മയോഗവുമായി. ഈ സാധാരണക്കാർക്ക് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗം ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഭഗവത്ഗീതയിൽ പല മാർഗങ്ങളും ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം അനുകരിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ എളുപ്പമായ ഒരു മാർഗം ഞാൻ പറയാം. മരണസമയത്ത് എളുപ്പമായ മരണസമയത്ത് ഭഗവത് ചിന്തയോടുകൂടി മരിക്കാൻ മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ജനിച്ചാൽ മരിക്കുമല്ലോ. അപ്പം മരണസമയത്ത് ഭഗവാന്റെ ചിന്ത വരണം മനസ്സിൽ. അങ്ങനെ വരുന്നവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും. അപ്പോൾ മരണസമയത്ത് ആത്മജ്ഞാനം ഉണ്ടാകാൻ എന്താണ് മാർഗമെന്ന് ഭഗവാൻ പറയുന്നതാണ് ശ്ലോകം. മരണസമയത്ത് ആത്മജ്ഞാനം, ഈ ഭഗവത് ചിന്ത അപ്പം വരണമെങ്കിൽ എന്താണ്? സാധാരണക്കാർക്ക് ഒരു പൈസയും മുടക്കാതെ ഈശ്വരപ്രാപ്തി ലഭിക്കാൻ ഉള്ള മാർഗമാണ്. മരണസമയത്ത് ആത്മഭാവന വരണം. അതിനെന്താ ഭഗവാൻ പറഞ്ഞു? തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയം. മരണസമയത്ത് ആത്മജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. ഇത്രയോ കർമ്മം ചെയ്യാതിരിക്കാൻ ഒക്കില്ലല്ലോ. ശരീരം ഉള്ളിടത്തോളം കർമ്മം ചെയ്യണം. അപ്പോൾ ആ കർമ്മം ചെയ്യിക്കുന്ന അവസരത്തിലെല്ലാം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടല്ല ഈശ്വരപ്രാപ്തി നേടാൻ. 3 മാർഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഒന്ന് ആത്മഭാവന അഭ്യസിക്കണം, മനസ്സ് ഭഗവാന്റെ അർപ്പിക്കണം, ബുദ്ധി ഭഗവാന്റെ അർപ്പിക്കണം. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ പറയാം. തസ്മാത് അതുകൊണ്ട് അതുകൊണ്ട് എന്തുണ്ട്? മരണസമയത്ത് ആത്മഭാവന വരണമെങ്കിൽ തസ്മാത് സർവേഷു കാലേഷു, ആത്മഭാവന വരണമെങ്കിൽ എല്ലാ സമയവും എന്നെ വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധച മയ്യർപ്പിത മനോബുദ്ധിർ, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചാൽ നീ എന്നെ തന്നെ വന്നു ചേരും. അപ്പോൾ ഈ മരണസമയത്ത് ഭഗവത് ചിന്ത എങ്ങനെ വരണം? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആത്മഭാവന അഭ്യസിക്കണം. ആത്മഭാവന അഭ്യസിക്കണം. 2, മനസ്സ് ഭഗവാനിൽ അർപ്പിക്കണം. 3, ബുദ്ധി ഭഗവാനിൽ അർപ്പിക്കണം. ഓരോന്നും ആത്മഭാവന അഭ്യസിക്കുന്നത് അതെങ്ങനെ നോക്കാം. കർമ്മമയമായ
ജീവിതം നയിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മഭാവനയും അഭ്യസിക്കണം. അഭ്യസിച്ച് ആത്മഭാവന കൂടാതെ കർമ്മമൊന്നും ചെയ്യാൻ ഒക്കാത്ത സ്ഥിതി വരണം. ആത്മഭാവന സഗുണോപാസനയോ നിർഗുണോപാസനയോ ശീലിക്കാം. സഗുണോപാസന ശീലിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ ഇഷ്ടദേവൻ്റെ രൂപം സ്മരിച്ചുകൊണ്ട് നാമം നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ പറഞ്ഞുകൊണ്ടേ. നിർഗുണോപാസനയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്, ആനന്ദഘനമായ അഖണ്ഡ ബോധമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. ഇതാണ് ആത്മഭാവന അഭ്യസിക്കേണ്ടത് രീതി. ഇനി മനസ്സ് ഭഗവാനെ അർപ്പിക്കണം. സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. മനസ്സ് ലൗകിക കാര്യങ്ങളിൽ സങ്കല്പ വികല്പങ്ങളിൽ ഏർപ്പെടുമ്പോൾ താനും പ്രപഞ്ചവും ഈശ്വരമയമാണെന്നും ചിത്തവൃത്തിയും കർമ്മമെല്ലാം ഈശ്വരാർച്ചനയാണെന്നും സങ്കല്പിക്കുന്നതാണ് മനസ്സർപ്പിക്കൽ. മനസ്സെങ്ങനെ അർപ്പിക്കണം, ബുദ്ധി എങ്ങനെ അർപ്പിക്കണം എന്നല്ലേ? മനസ്സർപ്പിക്കണം എങ്ങനെ? മനസ്സിൻ്റെ സ്വഭാവം സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. മനസ്സ് പ്രപഞ്ചകാര്യങ്ങളിൽ സങ്കല്പ വികല്പങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ നാം മനസ്സിൽ ചിന്തിക്കണം, താനും പ്രപഞ്ചവും ഈശ്വരമയമാണ്, എൻ്റെ ചിത്തവൃത്തിയും കർമ്മങ്ങളുമൊക്കെ ഈശ്വരാർച്ചനയാണെന്ന് സങ്കല്പിക്കുന്നതാണ് മനസ്സ് ഭഗവാൻ അർപ്പിക്കൽ. ഇനി ബുദ്ധി അർപ്പിക്കുന്നത് എങ്ങനെ? കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, കർമ്മം ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും വരും. കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈശ്വരപ്രാപ്തിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് ബുദ്ധി ഭഗവാനിൽ അർപ്പിക്കൽ. കർമ്മം ചെയ്യുമ്പോൾ ഫലചിന്തയെക്കുറിച്ച് ചിന്തിക്കാതെ ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യമെന്നുകൊണ്ട് ചിന്തിച്ചാൽ അതാണ് ബുദ്ധി ഭഗവാനിൽ അർപ്പിക്കുക. അതാണ് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിക്കണമെന്നാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ഓർത്താൽ മതിയല്ലോ, നേരത്തെ ഒരുപാട് ജോലിയുണ്ട് ഇവിടെ, കർമ്മങ്ങളൊക്കെ എന്തൊക്കെ കൊണ്ട് ഭഗവാനെ പെൻഷനൊക്കെ ആയി പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിഞ്ഞ് അപ്പോഴേക്ക് ഭഗവാൻ പറഞ്ഞു, അത് നടക്കില്ല അർജുന, അത് നടക്കില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ആ വ്യക്തി ആരെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആ ചിന്തയെ മരണസമയത്ത് മനസ്സിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, സർവേഷു കാലേഷു, നേരത്തെ തുടങ്ങണം, സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ, എന്നെ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്വസ്യ സംശയം. ഒരു സംശയം വേണ്ട, നീ എന്നെ തന്നെ തരും, മനസ്സും ബുദ്ധിയും എന്നെ അർപ്പിക്കുക, നേരത്തെ തന്നെ എന്നെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. എളുപ്പമാണ്. സാധാരണക്കാർക്ക് പണം തീർത്ഥയാത്രയ്ക്കൊന്നും പോകേണ്ട, വഴിപാട് നിർത്തേണ്ട, ഒന്നും ചെയ്യണം, ഒന്നും പണം ബുദ്ധിമുട്ടില്ലാതെ ഈശ്വര മോക്ഷപ്രാപ്തി കിട്ടാൻ ഒരു എളുപ്പമായ മാർഗമാണ് ഭഗവാൻ പറഞ്ഞത്. തസ്മാതു സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്വസ്യ സംശയം. ഇതിനപ്പുറം എളുപ്പമുള്ള കാര്യമുണ്ടോ? ഇല്ല. മറ്റേ പലതും കൊണ്ട് ഓരോ അർച്ചന നടത്തണം, ഈശ്വരപ്രാപ്തി വഴിപാട് നടത്തണം, അങ്ങനെയൊന്നും ചെയ്യണ്ട. നിരന്തരമായ ഞാൻ ഇത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, പക്ഷേ ഈ ചിന്ത എളുപ്പമായ മാർഗം പല കാര്യങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ, കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ ഉണ്ട്. ഇത് ചിന്തിച്ച് ഇത് മതി മോക്ഷപ്രാപ്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകാം. സാക്ഷാത്കാരം ചെയ്താൽ ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷപ്രാപ്തിയല്ലേ. അപ്പോൾ ഇത് ആണ് എളുപ്പമായ മാർഗം. ഗീതയിലെ സർവപ്രധാനമായിട്ടുള്ളൊരു ഉപദേശം
എന്താണെന്നൊന്ന് പറയാമോ? ശരി. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ പ്രധാനം തന്നെയാണ്. പലർക്കും പലതും പ്രധാനമെന്ന് തോന്നും. പക്ഷേ എൻ്റെ കൺസെപ്ഷനിൽ, എൻ്റെ ചിന്താഗതിയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ, അതാണ് ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക. അപ്പം ഭഗവാൻ പറയുന്നു, അർജുന, ഇപ്പം നമ്മൾ അർജുന വിഷാദ യോഗമാണല്ലോ, അർജുൻ്റെ ദുഃഖമല്ലേ. അർജുന, നീ ദുഃഖിക്കേണ്ട, നിൻ്റെ ദുഃഖമൊക്കെ ഞാൻ മാറ്റിത്തരാം, പക്ഷെ ഞാൻ പറയുന്നതിൽ അനുസരിക്കണം. അപ്പോൾ അർജുനൻ പറഞ്ഞു, സമ്മതിച്ചു, ഞാൻ അനുസരിക്കാം. എന്താ? നിൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റാം. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് രണ്ടില്ലാത്ത ഏകസ്വരൂപമായ ബ്രഹ്മസ്വരൂപമായ എന്നെ നീ ശരണം പ്രാപിക്കുക. അതാ പറഞ്ഞത്. നിൻ്റെ ധർമ്മങ്ങളൊക്കെ നീ പരിത്യജിച്ചിട്ട് കളഞ്ഞിട്ട് ബ്രഹ്മസ്വരൂപമായ എന്നെ നീ ശരണം പ്രാപിക്കുക. അപ്പോൾ അർജുൻ്റെ ദുഃഖം മാറാൻ എന്താ മാർഗം? ഭഗവാൻ നിർദ്ദേശിച്ചു കൊടുക്കുന്നത്, അർജുൻ്റെ ദുഃഖം മാറാൻ എല്ലാ ധർമ്മങ്ങളെയും പരിചയിക്കണം, എന്നിട്ട് ബ്രഹ്മം ശരണം പ്രാപിക്കണം. ബ്രഹ്മം സകലരുടെയും സ്വരൂപമാണ്. ബ്രഹ്മത്തിന് ദുഃഖമില്ല. ആനന്ദഘനമായ അഖണ്ഡ ബോധം, സന്തോഷമാണ് എപ്പോഴും. ദുഃഖം ഇടയ്ക്ക് വന്ന് ചേർന്ന അവസ്ഥയാണ്. അതെങ്ങനെ? ശരീരം ഉൾപ്പെടെയുള്ള പല ധർമ്മങ്ങളുടെയും ആവിർഭാവമാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് നീ ബ്രഹ്മത്തെ ശരണം പ്രാപിക്കുക. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ന ശരീരത്തിൻ്റെ ചിന്താഗതി ഉൾപ്പെടെ, ഞാൻ എന്ന ചിന്താഗതി ഉൾപ്പെടെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക. അപ്പോൾ അറിഞ്ഞു, അതെങ്ങനെ? ബ്രഹ്മത്തെ ശരണം പ്രാപിച്ചിട്ട്. കാരണം ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. താൻ ഇപ്പോൾ സകലതും ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ്. താൻ ഉൾപ്പെടെ സകലതും ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ്. വാസ്തവത്തിൽ സർവധർമ്മ പരിത്യാഗം ബാഹ്യമല്ല, അതാ ഓർക്കേണ്ടത്. സർവധർമ്മ പരിത്യാഗം ബാഹ്യമല്ല, അത് വസ്തുബോധമാണ്. ഭഗവാൻ പറഞ്ഞു, അത് ആന്തരികമാണ്, വസ്തുബോധം. അപ്പം പലരും ചോദിക്കും, എല്ലാ ധർമ്മങ്ങളെയും ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നത്? ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അതല്ല ഉദ്ദേശിക്കുന്ന ഭഗവാൻ. സർവധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അത് വസ്തുബോധമാണ്. ബാഹ്യം സർവധർമ്മ പരിത്യാഗം വസ്തുബോധമില്ല, വസ്തുബോധമാണ്. ബാഹ്യമല്ല, ആന്തരികമാണ്, വസ്തുബോധമാണ്. എന്നുവെച്ചാൽ വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ഉപേക്ഷിക്കാനൊന്നുമില്ലല്ലോ. ഇവിടെ ആകപ്പാടെ വസ്തു ഒന്നേ ഉള്ളൂ, പിന്നെ ഞാൻ ഉപേക്ഷിക്കും. അപ്പോൾ വസ്തുബോധമാണ് സർവധർമ്മ പരിത്യാഗം. അപ്പോൾ അത് ജ്ഞാനം വരുന്ന ഇവിടെ ഒന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമാണ്, പിന്നെ ആരെ ഉപേക്ഷിക്കാൻ? അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ എന്ന് പറയുമ്പോൾ ഞാൻ ധർമ്മം എങ്ങനെ പരിചയം? അവിടെ നീ ഏനെ പരിചയിക്കാൻ ഒന്നും പരിചയിക്കാനില്ല. കാരണം നീ മനസ്സിലാക്കിയാൽ മതി, വസ്തുബോധമാണ് സർവധർമ്മം. വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് ഒന്നും ഇല്ല. ഈ ചിന്താഗതി അല്പാൽപ്പം സേവിക്കുമ്പോഴല്ലാതെ മനുഷ്യരുടെ ദുഃഖത്തിന് ശാന്തി ശമനം ഉണ്ടാവില്ല. ഞാൻ ശുദ്ധ ബ്രഹ്മമാണ്, ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഭാവം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഭഗവത്ഗീതയിലെ പ്രധാനം. പലരും പറയുന്നുണ്ട് പലരും, പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അതാണ്. ഭഗവത്ഗീതയിൽ
ഭഗവാൻ വസ്തുബോധമാണല്ലോ അതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണല്ലോ. എന്നാൽ ആ ഭഗവത്ഗീതയിൽ എന്തുകൊണ്ട് ഭഗവാൻ ചാതുർവർണ്ണയത്തെക്കുറിച്ച് പരാമർശിച്ചത് എന്തായിരിക്കും? ചാതുർവർണ്ണത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏതെങ്കിലും ഒരു രാജ്യം, ഒരു ഗവൺമെൻറ് രാജ്യം ഭരിക്കുകയാണല്ലോ. ആ രാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിന് ഗവൺമെൻറ് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരിക്കുന്നത്? ഒരു ഭരണഘടനയെ ബേസ് ചെയ്തല്ലേ ഭരിക്കുന്നത്. അതുപോലെ പ്രപഞ്ച ഇന്ന രീതി നടത്തണമെന്നുള്ളതിന് ഭഗവാൻ പ്രപഞ്ച പ്രവർത്തന നിയമം വച്ചിട്ടുണ്ട്. പ്രപഞ്ച പ്രവർത്തന നിയമം ഭഗവാൻ വെച്ച ആ പ്രപഞ്ച പ്രവർത്തന നിയമത്തെ നമുക്കാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ ചാതുർവർണ്ണത്തെക്കുറിച്ച് എന്താ പറയുന്നത് ഭഗവാൻ എന്തോന്നിനും ഇങ്ങനെ മനുഷ്യനെ പല ജാതികളായിട്ട് തിരിച്ച്, അപ്പം ഭഗവാൻ ഒരേ രീതിയിലല്ല കാണുന്നത്. ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന പല ജാതികളായിട്ട്. അപ്പം ഭഗവാൻ ചെയ്തത് ശരിയല്ലല്ലോ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഓരോരുത്തർ അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് പറയുക. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് വൈവിധ്യമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടകം. എല്ലാം ഒരുപോലെയല്ല സൃഷ്ടി വൈവിധ്യമാണ്, പലതാണ്. അതിൻ്റെ എക്സാമ്പിൾ ഒരു മുരുക്ക് വൃക്ഷം എന്ന് കേട്ടിട്ടുണ്ട്. മുരുക്ക് വൃക്ഷം. ആ മുരുക്ക് വൃക്ഷം പറയാണ് ഈ ഭഗവാൻ എന്തിനാണ് തേക്ക്, തേമാവ്, ഈട്ടി, പ്ലാവ് അതിനൊക്കെ നല്ല വില അതിനൊക്കെ ആവശ്യമുണ്ട്. എന്നെ ആർക്കും വേണ്ട. മുരുക്കും തരി പോലെ നീ വളർന്നു കിടക്കുന്നില്ലെന്ന് പറയുന്നത്. പക്ഷേ ആ മുരുക്കിനും അതിൻ്റെ ഉപയോഗമുണ്ട്. കെട്ടുമരം മറ്റേ ചാളത്തടി എന്ന് പറയില്ലേ, മത്സ്യം അതിനുവേണ്ടി ഉണ്ടാക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട്. പക്ഷേ ഈ മുരുക്ക് വൃക്ഷം പറയുന്നത് മറ്റുള്ള ഭഗവാൻ എന്നെ അവരെ പോലെ മറ്റു വൃക്ഷങ്ങളെ പോലെ ആയില്ല, എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ എല്ലാത്തിനും ഉണ്ടാക്കിയ പോരെ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടി കാര്യമുണ്ടോ? അതാണ് ഇപ്പോൾ വൈവിധ്യമാണ്, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സകലതിനും 3 ഗുണങ്ങളുണ്ട്. സകല 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കർമ്മം പ്രവർത്തിക്കുക. സകല വ്യക്തികളിലും ഉണ്ട് 3 ഗുണം. മൃഗങ്ങളിലും ചെടികളിലും മനുഷ്യരെല്ലാത്തിലും 3 ഗുണമുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പം ഒരു വ്യക്തി സത്വഗുണ പ്രധാനിയാണെങ്കിൽ അയാളുടെ കർമ്മത്തിൻ്റെ ഒരു 75-80% വരെ സത്വഗുണമായിരിക്കും. അപ്പോൾ അയാൾ സത്വഗുണ പ്രധാനിയാണെന്ന് നമുക്കറിയാം. രജോ ഗുണക്കാരനാണെങ്കിലോ 24 മണിക്കൂറും ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം, വേറെ ഒന്നുമില്ല, രജോ ഗുണം. തമോ ഗുണക്കാരനാണെങ്കിൽ അലസനും അടുത്ത്. പക്ഷേ ഒരു വ്യക്തി തന്നെ ഇതെല്ലാം ഉണ്ട്, 3 ഉണ്ട്. പക്ഷേ അതിന് ഏറ്റക്കുറച്ചനുസരിച്ച് അയാൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാളുടെ കർമ്മം വരിക. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രപഞ്ച പ്രവർത്തന നിയമത്തെക്കുറിച്ച് പറയാം. ഓരോരുത്തരും പരമാത്മാവിനെ ആശ്രയിച്ച് അവരവരുടെ അഭീഷ്ടം നേടുന്നു. ഏതേത് രീതിയിലാണോ ആരാധിക്കുന്നത് അതത് രീതിയിൽ അനുഗ്രഹിക്കുന്നു. ഏതേത് സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കുന്നുവോ അത് സങ്കല്പങ്ങൾ സാധിച്ചു കൊടുക്കുന്നു ഭഗവാൻ. സങ്കല്പം ഏകാഗ്രത കൊണ്ട് ദൃഢപ്പെട്ടാൽ പണം ആഗ്രഹിക്കുന്നതിന് പണം ലഭിക്കും.
അധികാരം ആഗ്രഹിക്കുന്നതിന് അധികാരം ലഭിക്കും, സ്വർഗം കാക്ഷിക്കുന്നതിന് സ്വർഗവും ലഭിക്കും. അത് നമുക്ക് പല എക്സാമ്പിളുകൾ കാണാം. ചില ആളുകൾ ചില കാര്യങ്ങൾ നേടാൻ ദൃഢനിശ്ചയത്തോടു കൂടി പല രീതികളും ഓരോരോ ദേവന്മാരെ, ഇപ്പം പല ദേവന്മാരുണ്ടല്ലോ, ആ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് പൂജകൾ നടത്തി അവരുടെ അഭീഷ്ടങ്ങൾ നേടുന്നു. അതാണ് പറയുന്നത്. ഏതേതിപ്പം വസ്തു ഒന്നേ ഉള്ളൂ എങ്കിലും ഇവിടെ പല ദേവന്മാരുണ്ടല്ലോ. അപ്പം ഓരോരുത്തരും അവരവർ ആഗ്രഹം നിറവേറ്റാൻ പറ്റിയ ദേവൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദേവന് വേണ്ടി ആ ആഗ്രഹം സാധിക്കാനുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ആഗ്രഹം സാധിക്കുന്നു. പക്ഷേ അതനുസരിച്ച് കിട്ടും. അതാണ് പറഞ്ഞത്, ഏതേത് രൂപത്തിലാണോ ആരാധിക്കുന്നത് അത് രൂപത്തിൽ അനുഗ്രഹം അത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. സങ്കല്പം ഏകാഗ്രത കൊണ്ട് ദൃഢപ്പെട്ടാൽ, അപ്പം ഏകാഗ്രത വേണം. ദൃഢപ്പെട്ടാൽ സ്വർഗം കാക്ഷിക്കുന്നതിന് സ്വർഗം ലഭിക്കും, ധനം കാക്ഷിക്കുന്നതിന് ധനം ലഭിക്കും, അധികാരം കാക്ഷിക്കുന്നതിന് അധികാരം ലഭിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ അർജുനൻ ചോദിച്ചു, ഓരോരുത്തരും ഭഗവാനെ ആശ്രയിച്ച് അഭീഷ്ടം നേടുകയാണ് പ്രപഞ്ച പ്രവർത്തന നിയമമെങ്കിൽ ഈ വർണ്ണവിവേചനത്തിൻ്റെ പൊരുളെന്താണ്? വേദങ്ങളിലും മറ്റും മനുഷ്യരെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ, വൈശ്യർ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഓരോ വിഭാഗത്തിനും പ്രത്യേകം ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഉണ്ട്. ഓരോരുത്തരും ഭഗവാനെ ആശ്രയിച്ച് അവരെ അഭീഷ്ടം നേടുന്നുവെങ്കിൽ ഈ വർണ്ണവിവേചനത്തിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമിമാം വിദ്യ കർത്താരം അവ്യയം. ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയ ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചേക്ക് ഞാൻ തന്നെയാണ്. അപ്പം ഓരോന്നിനും ഓരോ ലക്ഷ്യം വച്ചിട്ടുണ്ടല്ലോ. അപ്പം മനുഷ്യരിൽ 4ആയിട്ട് തിരിച്ചു പോകുന്നു. ബ്രാഹ്മണർ അവർ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, ക്ഷത്രിയർ രാജ്യം രക്ഷ നടത്തുന്നു, വൈശ്യർ കൃഷിയും വ്യവസായം നടത്തുന്നു, ശൂദ്രർ സേവന വ്യവസ്ഥകൾ കാര്യം. സകല പേരും പ്രകൃതി ഗുണങ്ങൾക്ക് അടിപ്പെട്ട് അവശരായി കർമ്മം ചെയ്യേണ്ടി വരുന്നു. ഓരോരുത്തരെയും ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വർണ്ണ വിവേചന രൂപം നൽകിയത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തരെയും ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വർണ്ണത്തിന് രൂപം നൽകിയത്. വർണ്ണ നിയമത്തിൽ ജന്മത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞനെ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ജന്മകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞത്. ഞാൻ അതിലല്ലേ പറഞ്ഞത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഓരോരുത്തരെയും ഗുണത്തെയും കർമ്മത്തെയും അനുസരിച്ചാണ് ഞാൻ ഇന്ന ജാതി എന്ന് വിചാരിക്കുന്നത്. ഇപ്പം 4 ജാതി ഏതായാലും വേണമല്ലോ ഞാൻ സൃഷ്ടിച്ച. അപ്പം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച വ്യക്തി ബ്രാഹ്മണന് ഇന്ന ആചാരം കർമ്മങ്ങൾ അത് ചെയ്യാതെ വേറെ ഗുണത്തിൽപ്പെട്ട ആൾക്ക് ചെയ്താൽ അവന് ബ്രാഹ്മണനല്ല. അതേസമയം ശൂദ്രവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ബ്രാഹ്മണൻ്റെതായ കർമ്മങ്ങൾ ചെയ്താൽ അവൻ ബ്രാഹ്മണത്വമാണ്. അപ്പോൾ ഒരു ജന്മത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ബ്രാഹ്മണത്വത്തിൽ നിന്ന് ശൂദ്രത്വത്തിലേക്ക് അധപ്പതിക്കാൻ പറ്റും, ശൂദ്രന് ബ്രാഹ്മണത്വത്തിലേക്ക് ഉന്നതിക്ക് വരാനും പറ്റും. അങ്ങനെ നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാണ്. ഓരോരുത്തരെയും വ്യക്തിയുടെ ഗുണം ആഗ്രഹം അനുസരിച്ച് അവൻ ഇന്ന കർമ്മ ജാതിയാണെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. ഞാൻ ആകപ്പാടെ 4 ജാതി വെച്ചിട്ടുള്ളൂ. ഓരോരുത്തരും ഗുണവും ഓരോരുത്തരെയും പ്രവൃത്തിയും ഒക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിൽ ഈ 4 ജാതിയിലും ഏത് വിഭാഗത്തിലുള്ള ആളാണോ ബ്രാഹ്മണൻ്റെ കർമ്മത്തിൽ ബ്രാഹ്മണൻ നിശ്ചയിച്ചുള്ള കർമ്മം ചെയ്യുന്നത് അവൻ ബ്രാഹ്മണ വിഭാഗത്തിലാണ്.
അപ്പം ഒരു ജന്മത്തിൽ തന്നെ ഒരാൾക്ക് ബ്രാഹ്മണത്തിൽ വീഴുകയും ചെയ്യാം, ബ്രാഹ്മണത്തിൽ നിന്ന് അധപ്പതിക്കുകയും ചെയ്യാം. അവൻ എന്നെക്കുറിച്ച് ജനിച്ചുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയാൻ മനുഷ്യർ പറയായിരിക്കും, നിങ്ങൾ പറയായിരിക്കും, ഞാൻ പറയില്ല. അപ്പോൾ അത് നിശ്ചയിക്കുന്നത് ഞാനാണല്ലോ. പിന്നെ നിങ്ങൾ കാലക്രമേണ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി ഉണ്ടാക്കി, അത് ഞാനല്ല ഉത്തരവാദി. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി അങ്ങ് മാറി. അവൻ ഏത് ജാതി ആയാലും ശരി, ഏത് മതമായാലും ശരി, ചിത്തശുദ്ധി പുലർത്തി ലക്ഷ്യബോധത്തോടു കൂടി ഫലസംഗമിട്ട് കർമ്മം ചെയ്ത് ഗുണഘടന മാറ്റിയെടുക്കണം. ഈ ഗുണഘടന മാറ്റിയെടുക്കണം. ഇപ്പം രജോ ഗുണക്കാരന് സത്വ ഗുണക്കാരനാണ് ആകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? വസ്തുബോധത്തോടു കൂടി ഈശ്വര അർപ്പണമായി കർമ്മം ചെയ്ത് ജീവിച്ചാൽ അവൻ്റെ ഗുണം മാറും, അല്ലേ മാറില്ല. അപ്പം തമോ ഗുണക്കാരന് രജോ ഗുണക്കാരനായിട്ട് മാറാം, രജോ ഗുണക്കാരന് സത്വ ഗുണക്കാരനായിട്ട് മാറാം, സത്വ ഗുണക്കാരൻ രജോ ഗുണക്കാരനായിട്ട് മാറാം, അങ്ങനെ മാറുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ജാതി തിരിച്ചത് അത് എൻ്റെ ചോദ്യം ചെയ്യാൻ ഞാൻ സൃഷ്ടിച്ചവർക്ക് അധികാരമൊന്നുമില്ല. മനുഷ്യർ ചുമ്മാ കിടന്ന് കുറേ പേര് പറയുന്നു ഞാനല്ലേ സൃഷ്ടി എല്ലാം ചെയ്യുന്നത്. അത് എൻ്റെ ഇഷ്ടാനുസരണം ഞാൻ സൃഷ്ടി നടത്തുന്നു. എന്നെ വിമർശിക്കാൻ നിങ്ങളാരും യോഗ്യരല്ല, അതിന് ആയിട്ടുമില്ല. പക്ഷേ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ചുമ്മാ ഞാൻ 4 ജാതിയെ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണവും കർമ്മവും അനുസരിച്ച് അത് നീ ഏത് ജാതിയിലോ ജനിച്ചോ, ഗുണവും കർമ്മവും അനുസരിച്ച് ആണ് അവൻ്റെ ജാതി. അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തർ പറയുന്നത്. ജി, അർജുനൻ ഒരു വിഷാദ അവസ്ഥയിലിരുന്നപ്പോഴാണ് ഭഗവാനോട് സംസാരിച്ച് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഭഗവാൻ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷാദത്തിൽ നിന്നും തുടങ്ങി മോക്ഷ സന്യാസ യോഗം വരെ ഒരു 18 അധ്യായമായിട്ട് ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗീതയുടെ സന്ദേശം എന്താണ്? സന്ദേശം, ഗീതാ സന്ദേശം പലതും നമുക്ക് പറയാം. എങ്കിലും വേദാന്ത സത്യം വിചാരം ചെയ്തുറപ്പിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിത കർമ്മചലനങ്ങൾക്ക് രൂപം നൽകുക. ഒന്നുകൂടെ പറയാം. വേദാന്ത സത്യം വിചാരം ചെയ്ത് ഉറപ്പിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിത കർമ്മചലനങ്ങൾക്ക് രൂപം നൽകുക. അപ്പോൾ എന്താണ് വേദാന്ത സത്യം? നോക്കണ്ടേ? സർവശക്തനും സർവേശ്വരനും സർവവ്യാപിയുമായ ആ പരബ്രഹ്മത്തിൻ്റെ ശക്തിസ്പന്ദനമാണ് കർമ്മമയമായ ഈ പ്രപഞ്ചമെന്നും താനുൾപ്പെടെ സർവവും അതിൻ്റെ അംശമാണെന്നും തനിക്ക് മാത്രമായി പ്രത്യേകമായി ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നും തൻ്റെ പ്രധാന കർത്തവ്യം സകല കർമ്മചലനങ്ങളും കൊണ്ട് ആ ബോധത്തെ ആരാധിക്കുക എന്നുള്ളതുമാണ്. ഇതാണ് ഗീതാ സന്ദേശം. ഭഗവത്ഗീത സാധകർക്ക് എന്നും എപ്പോഴും റെഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു മാർഗം തന്നെയാണ്. ജീവിതത്തിലുടനീളം അതിനെ പകർത്തിയെടുത്ത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് അല്ലെങ്കിൽ വിഷമതകൾക്ക് പരിഹാരം എല്ലാം ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. അത് ഓരോ സാധകരും അവരവരുടെ മാനസിക തലമനുസരിച്ച് അവരവർ ഏത് ഉപാസനയാണോ ഫോളോ ചെയ്യുന്നത്, അതിൽ നിന്ന് എന്താണോ എടുക്കാനുള്ളത്, അത് ഓരോ സാധകരും അവരവരുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അവരവരുടെ ഇതനുസരിച്ച് സാധനാ മാർഗം അനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തം ജീവിതം തന്നെ ഭഗവത്ഗീത പഠനത്തിനും പ്രചാരണത്തിനുമായിട്ട്
മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹത് വ്യക്തിത്വമാണ് രഘുനാഥൻ സാറ്. ഇത്രയും നേരം നമ്മളോട് ആ മാർഗത്തെക്കുറിച്ചും അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആ സാധനാ സമ്പ്രദായത്തെക്കുറിച്ചും എല്ലാം പറയുകയുണ്ടായി. നമുക്ക് ഇത്രയും നേരം അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചതിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേക്ക് എന്താണ് അവസാനമായിട്ട് നമ്മൾ സാധകരോട് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഉപദേശിക്കുവാൻ ഞാൻ ആളല്ല. നിങ്ങളുടെ ഈ പ്രവർത്തനം തന്നെ വലിയൊരു പ്രവർത്തനം തന്നെയാണ്. ആധ്യാത്മികമായിട്ട് ഈ ആളുകൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനുള്ള ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മത്തെ ശ്ലാഘിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. അനുസ്യൂതം അത് നടക്കട്ടെ, അതിനുവേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല. എനിക്കിങ്ങനെ പഠിപ്പിക്കാൻ തോന്നി പഠിപ്പിക്കുന്നു. ഇനി എത്ര നാൾ പഠിപ്പിക്കാൻ എനിക്ക് വേറെ ഒരു ഇതും ഇല്ല. എത്ര നാൾ പഠിപ്പിക്കാൻ ഇത് തന്നെ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്നു, ആ കർമ്മങ്ങൾ ചെയ്യുന്നു. നാളെ എന്ത് നടക്കുന്നു, നാളെ എന്ത് നടക്കണമെന്നുള്ള ചിന്ത പോലും എനിക്കില്ല. ഭഗവാൻ ഇങ്ങനെ നയിക്കുന്നു, ഞാൻ കഴിയുന്നു. എൻ്റെ ജീവിതം എന്നാണ് തീരുന്നത് ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്. അതുവരെ ഞാൻ ഭഗവത്ഗീത ഇവിടെ വരുന്നവർക്കും പഠിക്കാൻ വരുന്നവർക്കും ഞാൻ പഠിപ്പിക്കും. പഠിക്കാൻ പോകുന്നവർക്ക് പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രഭാഷണം 1 മണിക്കൂർ, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗത്തെക്കുറിച്ച് 1 മണിക്കൂർ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചു വരുന്ന സാറും എടുത്തും പോകണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ അശോകൻ എൻ്റെ വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് എൻ്റെ നമ്പർ വാങ്ങിച്ച് കൊടുത്തത്. അപ്പം എന്നോട് ചോദിച്ചു, സാറ് പോകുന്നു, പോകണ്ട, സംസാരിക്കാനും പോകണ്ട, ഡാക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കരുന്നു. അതുകൊണ്ട് വീട്ടുകാരും പറഞ്ഞ് അധികം പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഞാനങ്ങ് പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പറയും, പോകും, പഠിപ്പിക്കും. അത് ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ നടക്കുള്ളൂ. നമ്മുടെ കയ്യിലല്ലല്ലോ അതൊന്നും. ഭഗവാൻ അത് എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് അതനുസരിച്ച് നടക്കട്ടെ, അതിന് ഭഗവാൻ തുറയ്ക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.